ആശമാരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ ഇന്നലെ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിനിടയിൽ പോലീസ് ജീപ്പിൻ ഇടയിൽ കിടക്കുന്ന ഒരു ദൃശ്യം, സമരപ്രവർത്തകരുടെ ദൃശ്യം വലിയ അർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എ സബൂറയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പ്രതിപക്ഷ നേതാവ് അടക്കം പോലീസിനെ വിമർശിക്കുന്നതിനെതിരെ ഇങ്ങനെയാണോ സ്ത്രീകളുടെ ഒരു സമരത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നതടക്കം വിമർശനങ്ങൾ പോലീസിന് നേരിട്ടൊരു ദൃശ്യം കൂടിയായിരുന്നു. എ സബൂറ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത്, ഞങ്ങൾ വളരെ സമാധാനപരമായി സമരം നടത്തി വരികയായിരുന്നു. അറിയാലോ, കഴിഞ്ഞ കുറേ നാളുകളായി, 8 മാസത്തിലേറെയായി നമ്മൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നലെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പോയത്. പക്ഷേ അവിടെ ഒരു 3:30 കഴിഞ്ഞതോടുകൂടി സാഹചര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനിഷ്ഠൂരമായ ആക്രമണമാണ് ഉണ്ടായത്. കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ മൈക്ക്, അതിന്റെ പെർമിഷന്റെ സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് മൈക്കും ജനറേറ്ററും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ മുഴുവൻ സാധനങ്ങളും പിടിച്ചെടുക്കുകയും അത് ഇനി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല, വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ഞങ്ങൾ അത് വളരെ കഷ്ടപ്പെട്ട് ആശമാർ 1 രൂപ വീതം വെച്ച് വളരെയേറെ കഷ്ടപ്പാടിനിടയിലും ഈ 8 മാസത്തിനിടയിലും ഞങ്ങൾ സ്വരുക്കൂട്ടിയ ഒരു സാധനമായിരുന്നു. അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് പിടിച്ചു വാങ്ങാനായി. കാരണം ഞങ്ങൾക്കത് ആവശ്യമാണ്, ഞങ്ങളുടെ വലിയൊരു അസറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞങ്ങൾ വാങ്ങാനായിട്ട് പരമാവധി പരിശ്രമിച്ചു. പക്ഷെ അത് വിട്ടു തന്നില്ല. വനിതകളുടെ സമരമാണ്, വനിതകളാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്നത്. പോലീസ് വാഹനത്തിന് അടിയിൽ കിടക്കുന്ന ദൃശ്യമാണ് പുറത്തു വെക്കുന്നത്. കാണുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു. ആ ദൃശ്യം ഉണ്ടാവാനുള്ള കാരണം എന്താ? അതെ, ഈ മൈക്ക് വാഹനം മുന്നോട്ട് എടുക്കുകയായിരുന്നു. വാഹനം മുന്നോട്ട്, അതായത് ഈ മൈക്ക് പോലീസ് കൊണ്ടുപോയപ്പോൾ അത് പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇത് വനിതാ പോലീസ് അല്ല ഈ സാധനം കയ്യിലെടുത്തത്, മറിച്ച് പുരുഷ പോലീസായിരുന്നു അതെടുത്തത്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവരെല്ലാവരും കൂടെ ചേർന്ന് തട്ടിമാറ്റി വാഹനം മുന്നോട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ കുത്തിയിരുന്ന പോലീസ് കണ്ടിരുന്നു. കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. പക്ഷെ ഞാൻ ഓടി വന്ന് ഞാൻ മാത്രമാണ് അവിടെ ഇരുന്നത്. പക്ഷെ അത് കാണാൻ പറ്റും, ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് 100 മീറ്റർ അകലമെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ആ വണ്ടി മുന്നോട്ടെടുക്കുകയാണ് ചെയ്തത്. ACP ഇടപെട്ടിട്ടാണ് അവസാനം വണ്ടി നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായത് തന്നെ. അതുപോലെ തന്നെ ഒരു മൈക്ക് പിടിച്ച് പോലീസുകാർ ഓടുന്ന ദൃശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ഈ സംഭവം നടക്കുന്നത്. കാരണം മൈക്ക് എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഈ വാഹനത്തിന് മുന്നിൽ ഇരിക്കുന്നതിന് ഇടയ്ക്കാണ് ആ മൈക്ക് എടുത്തുകൊണ്ട് മൈക്കല്ല ബോക്സ് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് അവിടെ പുരുഷ പോലീസ് ഇടപെടേണ്ടുന്ന ആവശ്യകതയില്ല. അവിടെ വനിതാ പോലീസ് ഉണ്ട്. അവർക്ക് ആവശ്യത്തിന് വനിതാ പോലീസ് ഇല്ലെങ്കിൽ അത് റിക്രൂട്ട് ചെയ്യാണ് വേണ്ടുന്നത്. അതിന് പകരം പുരുഷ പോലീസാണ് അതെല്ലാം ചെയ്തത് എന്നുള്ളതാണ്. പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കത് ഷെയർ ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ വേദിയിൽ വന്നുകയും ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവർക്കെല്ലാം വളരെ ഊർജ്ജം നൽകുന്ന, കാരണം പോലീസ് വാഹനം മുന്നോട്ട് എടുത്തിട്ട് പോലും ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടത്. അത് വളരെയേറെ സന്തോഷം നൽകുന്നത്. എന്നാൽ അദ്ദേഹം വളരെ വേദനയോടുകൂടി, വിറയലോടുകൂടിയാണ് ആ സീൻ കണ്ടത് എന്ന് നമ്മളോട് പറയുകയുണ്ടായി. അത് തന്നെയാണ്, വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് ഉണ്ടായത്. എന്നാൽ ഒരു സമര പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയായി ആ ചിത്രം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.